ഞാനൊന്ന് മധുര വരെ പോയിരുന്നു മണിയണ്ണന്റെ മകളുടെ വെഡിങ്ങിന്. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പേടിക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഐ ആം എ റെസ്പോൺസിബിലിറ്റി. ചതിച്ചതാടാ ആ കമ്മീഷണർ. അല്ല, ചതിച്ചത് കമ്മീഷണർ അല്ല, ഇവനാ. മാഷേ, കൃഷ്ണനൊന്നും സംസാരിക്കണ്ട. എനിക്ക് പറയാനുള്ളത് ഇവനോടാ. മാധവൻ മാഷിനെ വഴിപിഴച്ചു പോയ മൂത്ത മകനെ പറ്റി നാട്ടുകാർ മുഴുവൻ പരിഹസിച്ചപ്പോഴും പതറാതെ പിടിച്ചു നിന്നവനാ ഞാൻ. നിന്നെ നഷ്ടപ്പെട്ടിട്ടും തളരാതെ ഉറച്ചു നിന്നത് എന്റെ സൂര്യയെ ഓർത്തിട്ടാ. അവനെ കുറിച്ച് കണ്ട സ്വപ്നങ്ങളുടെ ബലത്തിലാ. മാഷേ, ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സ് പലവട്ടം പറഞ്ഞിട്ടും ഇവനെ വരുത്തിയത് അവനെ രക്ഷിക്കാനാ. എന്നിട്ട് നീ 26 വർഷം സ്നേഹം വാരിക്കോരി കൊടുത്ത എന്നെക്കാളും അവന്റെ അമ്മയെക്കാളും മറ്റെന്തിനേക്കാളും കൂടുതൽ അവൻ സ്നേഹിച്ചത് നിന്നെയാ. അവനെയാണ് നീ ചതിച്ചത്. തെരുവ് നായ്ക്കളുടെ പോലും സ്വഭാവശുദ്ധിയില്ലാത്ത ഗുണ്ടകളുടെ കൂടെ തനി പോക്കിരിയായി ജീവിക്കുന്ന നിനക്ക് സ്നേഹം എന്താണെന്ന് അറിയില്ല, സ്നേഹിക്കുന്നവരുടെ വേദന അറിയില്ല. ഞാൻ മനസ്സറിഞ്ഞ് ശപിക്കുക. ഒരിക്കലും ഒരിക്കലും നീ ഗുണം പിടിക്കില്ലടാ. വേണ്ട കൃഷ്ണമാവ, അച്ഛൻ പറയട്ടെ, പക തീരുവോളം പറയട്ടെ. 26 വർഷം കൂടെ ഉണ്ടായിരുന്ന മകനെന്ന് പൊള്ളിയപ്പോ അച്ഛന്റെ മനസ്സ് ഇത്രമാത്രം പെടഞ്ഞു. ഇക്കാലം അത്രയും ഈ സ്നേഹം മുഴുവൻ നിഷേധിക്കപ്പെട്ട മറ്റൊരു മകന്റെ വേദന അച്ഛൻ ഊഹിക്കാൻ പറ്റൂ? ഒരു വിളിക്ക് കാതോർത്ത് വർഷങ്ങൾ എണ്ണിത്തീർത്തവന്റെ നിരാശ അച്ഛന് മനസ്സിലാവും. ഒറ്റപ്പെട്ടുപോയ ജീവിതവുമായി വിധിക്ക് മുന്നിൽ കരഞ്ഞു നിന്ന 16-കാരന് അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ, തെരുവ് നായ്ക്കളുടെ സ്വഭാവമുള്ള ഗുണ്ടകളെന്ന്, പോക്കിരികളെന്ന്. അവരെ ഉണ്ടായിരുന്നുള്ളൂ സ്വന്തമെന്നും ബന്ധമെന്നും പറയാൻ. ഒൺലി റിലേറ്റീവ്സ്. അച്ഛൻ പറഞ്ഞ നേരാ. രാജയ്ക്ക് സ്നേഹിക്കാൻ അറിയില്ല, സ്നേഹം പ്രകടിപ്പിക്കാനും അറിയില്ല. അത് കിട്ടിയിട്ടില്ല. കിട്ടിയാലേ കൊടുക്കാൻ പറ്റൂ. അച്ഛൻ പേടിക്കണ്ട. അച്ഛന്റെ മകൻ സൂര്യ ഈ കുന്നത്തി വീട്ടിൽ രാജയുടെ അനിയനാണെങ്കിൽ അടുത്ത 24 മണിക്കൂറിനകം ഞാൻ അവനെ അച്ഛന് തിരിച്ചു തന്നിരിക്കും, ഒരു പോറല് പോലും ഏൽക്കാതെ. മാഷ് ഒരിക്കലും അവനെ കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു. എന്തു പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും അവൻ തെറ്റ് ചെയ്തവനാണ്. അവൻ ന്യായീകരണം അർഹിക്കുന്നില്ല. അവൻ എന്ത് തെറ്റാ ചെയ്തത്? ഇനി ഞാനത് വിശദീകരിക്കണോ? കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഞാനിത് കേൾക്കുക. പലപ്പോഴും സത്യം പറയാനായി നാവ് ഉയർന്നപ്പോഴൊക്കെ അവന് കൊടുത്ത വാക്ക് ഞാൻ ഓർക്കും. മാഷ് അവന്റെ നേരെ കഴിച്ചുകൊണ്ടുപോ. തകരുന്നത് എന്റെ നെഞ്ചാ. ഇനി എനിക്ക് വയ്യ. മാധവൻ മാഷ് ഇത്രയും നാളും കൊണ്ടുവരുന്ന ഈ സൽപ്പേര് മുഴുവൻ അവന്റെ ദാനമാണ്. കയ്യബദ്ധമായിരുന്നെങ്കിൽ പോലും പുതിയ റയിലെ കുട്ടിയെ കൊന്നത് രാജയല്ല, മാഷ. ഞാൻ എന്റെ കണ്ണാലെ കണ്ടതാ. അച്ഛന്റെ പേര് കളങ്കപ്പെടാതിരിക്കാൻ അവൻ ഏറ്റെടുക്കായിരുന്നു എല്ലാം. അമ്പലം, നേർച്ച എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോകാറുള്ളത് മധുരയ്ക്കായിരുന്നു. അവനെ കാണാൻ, അവനോടൊപ്പം കഴിയാൻ. അപ്പോഴൊക്കെ അവനത് ആവർത്തിക്കും, മരണം വരെ മാഷി സത്യം അറിയരുതെന്ന്.